രാഷ്ട്രീയ കേരളം ഇന്ന് ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് 2020 എന്ന രാഷ്ട്രീയ പാർട്ടിയും ബി.ജെ.പിയും തമ്മിൽ സഖ്യമുണ്ടാക്കി അവർ NDAയിൽ ചേരാൻ തീരുമാനിച്ചത്. 2020 നമുക്കറിയാം, എറണാകുളത്ത് ഒരു പഞ്ചായത്തിൽ, അതായത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം പിന്നീട് ചില പഞ്ചായത്തുകളിലേക്ക് പന്തലിച്ചു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇടതു വലത് മുന്നണികൾക്കെതിരെ പ്രദേശത്തെ ജനങ്ങളുടെ നേതൃത്വത്തിൽ കിറ്റക്സ് MD സാബു M ജേക്കബിന്റെ നേതൃത്വത്തിലാണ് ഈ രാഷ്ട്രീയ പാർട്ടി രൂപം നൽകിയത്. രൂപീകരിച്ച് 14 വർഷമായിട്ടുണ്ട്. 14 വർഷത്തിനിടെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ് 2020യുടെ അവകാശവാദം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലം തങ്ങൾ പിടിച്ചെടുക്കുമെന്ന് വലിയ അവകാശവാദം അവർ ഉന്നയിച്ചിരുന്നെങ്കിലും അവസാനം ഇടതുമുന്നണി സ്ഥാനാർത്ഥി PV ശ്രീനിരഞ്ജനോട് അടിയറവ് പറയേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ 2020 NDAയിൽ ചേർന്നത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തിയാണ് കിറ്റക്സ് MDയും പാർട്ടി നേതാവുമായ സാബു M ജേക്കബ് NDAയിൽ ചേരുന്ന കാര്യം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്താനിരിക്കുന്നതിന്റെ തലേ ദിവസമാണ് ഇത്തരത്തിൽ ഒരു നിർണായക നീക്കം. 2020 ബി.ജെ.പിയുടെ ഭാഗമാകുമ്പോൾ NDAക്ക് വലിയ പ്രതീക്ഷകൾ ഏറെയുണ്ട്. പക്ഷേ 2020 ബി.ജെ.പിയോടൊപ്പം പോകുമ്പോൾ NDAയിലെ ഒരു ഘടകകക്ഷിയായി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നേരത്തെ തന്നെ 2020 രൂപീകരിച്ച ആ 14 വർഷക്കാലം മുമ്പ് കോൺഗ്രസ് പറഞ്ഞിരുന്ന കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. അന്ന് ഈ 2020 രൂപം കൊണ്ട അതേ സമയത്ത് കോൺഗ്രസ് പറഞ്ഞത് 2020 ബി.ജെ.പിയുടെ B ടീമാണ്, ബി.ജെ.പിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവരാണ് 2020യുടെ നേതാക്കന്മാർ. പാവം അണികളെ കിറ്റക്സിന്റെ പേര് പറഞ്ഞ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റും മറ്റും സ്ഥാപിച്ച ആളുകളെ പറ്റിക്കുന്ന നാലാംകിട രാഷ്ട്രീയമാണ് സാബു ജേക്കബ് നടത്തിയത്. 2020യെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ തീരുമാനം ആണെന്നാണ് സാബു ജേക്കബ് പറയുന്നത്. ഇടത് വലത് മുന്നണികൾ കേരളം ഭരിച്ചു മുടിപ്പിക്കുന്ന അവസാനിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പാർട്ടി രൂപീകരിച്ചതെന്നും 14 വർഷമായി ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020യെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ ഇടത് വലത് മുന്നണികൾ ഒരുമിച്ച് സഖ്യമുണ്ടാക്കി പൊതു സ്ഥാനാർത്ഥിയെ നിർത്തിയാണ് മത്സരിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇരു മുന്നണികൾ സ്വന്തം ചിഹ്നം ഒഴിവാക്കി മത്സരിച്ചത്. എന്നിട്ടും 89 സീറ്റുകളിൽ തങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ സാബു ജേക്കബ് ബി.ജെ.പിയുടെ അടിമയായി അധപ്പതിച്ചു എന്നാണ് കോൺഗ്രസും CPM ഒരേ സ്വരത്തിൽ പറയുന്നത്. അവിടെ കിറ്റക്സ് MDയുടെ ബി.ജെ.പി ബന്ധം നേരത്തെ തന്നെ തുറന്നു കാണിച്ച പോരാട്ട ഭൂമികയിൽ പോരാട്ടം നടത്തിയ 2 വ്യക്തികളുടെ പേര് ഇപ്പോൾ പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, മൺമറഞ്ഞു പോയ, നമ്മോടൊപ്പം ഇന്നില്ലാത്ത, പ്രകൃതിക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച, എല്ലാ വ്യവസ്ഥാപിത മാർഗങ്ങളോടും പടപൊരുതിയ ധീരനായ നേതാവ് തൃക്കാക്കരയുടെ മുൻ MLA PT തോമസ്. കിറ്റക്സ് ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യം കൊണ്ട് നൂറുകണക്കിന് ആളുകളുടെ കുടിവെള്ള സ്രോതസ്സായ കടമ്പ്രയാർ മാലിന്യമാകുമ്പോൾ അതിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടാണ് PT ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആ പോരാട്ടത്തിന്റെ ബാക്കി പത്രം PT സഹധർമ്മിണി ഉമാ തോമസ് ഏറ്റെടുത്തിരിക്കുകയാണ്. അത്തരത്തിൽ കടമ്പ്രയാർ മാലിന്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള കിറ്റക്സ് MD സാബുവിന്റെ ആ കച്ചവട രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ നെറികേടും തുറന്നു കാണിച്ചുകൊണ്ട് PT നിരവധി തവണ എറണാകുളം പ്രസ് ക്ലബിലടക്കം ഈ 2020 നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ചപ്പോൾ മറുപടി പറയാനുണ്ടായിരുന്നില്ല സാബുവിന്. മറ്റൊരാൾ ചാലക്കുടി MP ബെന്നി ബെഹന്നാനാണ്. ബെന്നി ബെഹനാൻ ഈ കിറ്റക്സ് സാബുവിന്റെ നാലാംകിട രാഷ്ട്രീയത്തെ, കിറ്റക്സ് സാബുവിന്റെ അധികാര കൊതിമൂത്ത് വോട്ടർമാരെ തന്റെ അടിമയാക്കി മാറ്റി. 2020 രാഷ്ട്രീയ അടിമ ഉടമ ബന്ധമാണെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് ആദ്യം വിളിച്ചു പറഞ്ഞ നേതാവ് ബെന്നി ബെഹന്നാൻ MP ആണ്. ബെന്നി ബെഹനാൻ അന്നും ഇന്നും എന്നും പറഞ്ഞത് 2020 കച്ചവട താല്പര്യമുള്ള ബി.ജെ.പിയുടെ B ടീമായി പ്രവർത്തിക്കുന്ന, ബി.ജെ.പിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റാണ്, ബി.ജെ.പിയുടെ ഏജന്റാണ് സാബു M ജേക്കബ് എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബെന്നി ബെഹന്നാനും മൺമറഞ്ഞു പോയ PT തോമസും പറഞ്ഞത് ഇന്ന് അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു. ബെന്നി ബെഹന്നാൻ ഇന്ന് ജീവനോടെയുണ്ട്. മൺമറഞ്ഞു പോയ PT തോമസിന്റെ ആത്മാവ് ഇന്ന് മറ്റ് സ്വർഗമെന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടാകും. അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കുന്നു. കച്ചവട താല്പര്യം മാത്രം മുൻനിർത്തി നാടിനോട് യാതൊരു കടമയുമില്ലാത്ത സാബു M ജേക്കബ് കേന്ദ്രത്തിലെ ബി.ജെ.പിയുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തി എന്തെങ്കിലും 2 പണം ഉണ്ടാക്കാൻ വേണ്ടി
വേണ്ടിയാണ് BJP കൂട്ടുപിടിച്ചത്. ആശയ രാഷ്ട്രീയമല്ല, ആമാശയ രാഷ്ട്രീയമാണ് തന്റെ രാഷ്ട്രീയമെന്ന് സാബു എം ജേക്കബ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും 2020 BJP ചേർന്ന NDA മുന്നണിയിലെ ഘടകകക്ഷിയായതിലൊന്നും ആർക്കും ഒരു പേടിയോ അല്ലെങ്കിൽ ആർക്കും അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം സാബുവിന്റെ രാഷ്ട്രീയം അതാണ്. സാബു പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ അങ്ങ് മാറ്റിമറിക്കാം, കിഴക്കമ്പലം പഞ്ചായത്തിനെ അങ്ങ് വിദേശ മോഡലിലെ മാറ്റുമെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പോഴും അവിടേക്ക് ചെന്ന് നോക്കാം. അവിടെ റോഡുകളുടെ അവസ്ഥ അതീവ ദയനീയമാണ്. അവിടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ് തുറന്നു വെച്ച തന്റെ അടിമകളായ പോലെ അവിടെയുള്ള 2020 പ്രവർത്തകർക്ക് ഒരു കാർഡ് നൽകി അവരെ മാത്രം സഹായിക്കുന്ന സാബു തന്റെ അടിമകളാക്കി നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അപ്പക്കഷ്ണം എറിഞ്ഞു കൊടുത്തായിരുന്നു സാബു വോട്ട് തേടിയത്. എന്നാൽ ഇത്തവണ സാബുവിന്റെ 2 പഞ്ചായത്തുകളും കോൺഗ്രസ് തൂക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ സാബു തന്റെ രാഷ്ട്രീയ വനവാസത്തിന് പോകാനുള്ള സമയമാണിപ്പോൾ കുറിച്ചിരിക്കുന്നത്. എന്തായാലും BJPയോടൊപ്പം ചേർന്ന് കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കാമെന്ന് സാബു കരുതണ്ട. സാബുവിനെ നേരിടാൻ അവിടെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. സാബുവിന്റെ കിറ്റെക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം അവിടെ അടിമകളാക്കി കുറെ ആളുകളെ 2020 മെമ്പർഷിപ്പ് എടുപ്പിച്ച് അവരെ അടിമകളാക്കി മാറ്റി ഇപ്പോൾ BJPയുടെ ആലയിൽ കൊണ്ടുപോയി കെട്ടാനുള്ള സാബു ജേക്കബിന്റെ ശ്രമത്തെ ജനങ്ങൾ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും സാബു ജേക്കബ് പറയുന്നത് കേരളത്തിൽ വികസനം വരാനാണ് താൻ BJPയോടൊപ്പം ചേർന്നതെന്നാണ്. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലെയും വികസനം എന്താണെന്ന് നമ്മൾക്ക് വളരെ കൃത്യമായി അറിയാം. പലയിടത്തും ശൗചാലയം പോലും ഇല്ലാതെ റോഡ് സൈഡിലും അതോടൊപ്പം തന്നെ റെയിൽവേ ട്രാക്കുകളിലും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ ഇന്നും നമുക്ക് പല ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും കാണാൻ കഴിയും. ഗുജറാത്ത് പോലെ പതിറ്റാണ്ടുകളായി BJP ഭരിക്കുന്ന ആ ഒരു തലത്തിലേക്കാണ് സാബു കുന്നത്തുനാടിനെയും കേരളത്തെയും കൊണ്ടുപോകാൻ BJPയുടെ ആലയിൽ കിട്ടിയതെങ്കിൽ സാബുവിനോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ സാബുവിനെയും ഒരു ഓട്ടോറിക്ഷയിൽ കൊള്ളാവുന്ന ആളുള്ള 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെയും കേരളീയ സമൂഹം, കുന്നത്തുനാട്ടിലെ ജനത, കേരളീയ സമൂഹം എന്ന് പറഞ്ഞതിൽ പ്രേക്ഷകർ ക്ഷമിക്കണം. കേരളത്തിലൊന്നും ഈ സംവിധാനമില്ല. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് എന്ന പറയുന്ന പ്രദേശത്ത് ചില പോക്കറ്റുകളിൽ ഈ സംവിധാനമുണ്ട്. ആ പോക്കറ്റുകളിൽ നിന്നടക്കം ക്ലോസറ്റിൽ നിന്ന് ബാക്ടീരിയയെ തുടച്ചു നീക്കുന്നത് പോലെ ഹാർപ്പിക്കിന്റെ പരസ്യം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ആ ഹാർപ്പിക്ക് ക്ലോസറ്റിലേക്ക് ഒഴുക്കുമ്പോൾ അതിലെ ബാക്ടീരിയ മുഴുവൻ നശിച്ചു പോകുന്നത്. അതേ രൂപത്തിൽ 2020യെയും 2020യുടെ 4ാം കിട രാഷ്ട്രീയത്തെയും കുന്നത്തുനാട്ടിലെ ജനങ്ങൾ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല.